നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. എന്നും നിന്റെ മൊയ്തീനിലെ അപ്പുവേട്ടനായും ഗപ്പിയിലെ എഞ്ചിനീയർ തേജസ് വർക്കിയായുമൊക്കെ മലയാള പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടനാണ് ടൊവിനോ തോമസ്. സിനിമയിൽ ഗോഡ്ഫാദർമാരില്ലാതെ സ്വന്തം പ്രയത്നത്തിലൂടെ മലയാളത്തിലെ യുവനായകന്മാരിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരിക്കുകയാണ് ടൊവിനോ തോമസ്. എന്നാൽ ജനപ്രീതിക്കൊപ്പം തന്നെ അഹങ്കാരി, ജാഡ എന്നൊക്കെയുള്ള ടാഗുകളും ടൊവിനോയ്ക്കൊപ്പം ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട്. മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ടൊവിനോ ഇതിന് മറുപടി നൽകി. തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകളോ തന്നോട് ഒരു തവണയെങ്കിലും സംസാരിച്ചിട്ടുള്ളവരോ ഞാനൊരു അഹങ്കാരിയായ വ്യക്തിയാണെന്നോ പറയില്ലെന്ന് ടൊവിനോ തോമസ് പറയുന്നു. ഇക്കാലത്ത് അഭിമുഖങ്ങൾ നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഞാൻ പറഞ്ഞ കാര്യത്തിലെ ഒരു വാചകം അടർത്തിയെടുത്തു നൽകിയാൽ പറഞ്ഞതിന്റെ അർത്ഥം മുഴുവനും മാറിയേക്കാം. നമ്മൾ പറയുന്നതും ആളുകൾ മനസ്സിലാക്കുന്നതും രണ്ട് രീതിയിലാകും. കുറച്ചു കാലം കഴിയുമ്പോൾ അത്തരം തെറ്റിദ്ധാരണകൾക്ക് മാറ്റം വരുമെന്ന് കരുതാമെന്നും ടൊവിനോ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. സ്വന്തം അഭിപ്രായമോ നിലപാടോ പങ്കുവയ്ക്കാൻ ഒരാൾ രാഷ്ട്രീയക്കാരനോ സിനിമാക്കാരനോ ആകണമെന്ന് നിർബന്ധമില്ലെന്നാണ് ടൊവിനോയുടെ അഭിപ്രായം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തനിക്ക് സ്വതന്ത്രമായി തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് വ്യത്യസ്ത വിഷയങ്ങളോട് പ്രതികരിക്കുക. ചില വ്യക്തികൾ പരസ്യമായി നിലപാടെടുക്കാൻ താല്പര്യപ്പെടാറില്ല. അത് അവരുടെ രീതി. അവരെ അതിന് നിർബന്ധിക്കുന്നതും ശരിയല്ലെന്ന് ടൊവിനോ തോമസ് പറയുന്നു. ടൊവിനോ നായകനാകുന്ന ഗോദ ഈ വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിലെത്തുന്നത്. സൗഹൃദത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു ഗുസ്തി പടമാണ് ഗോദയെന്ന് ടൊവിനോ പറയുന്നു. ഗുസ്തിയാണ് സിനിമയുടെ നട്ടെല്ല്. അതേസമയം ഹ്യൂമറിന് പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ്. ഒരു ഫുൾ പാക്കേജ് സിനിമ. ഈ വേനൽ അവധിക്കാലത്ത് കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോയി കാണാവുന്ന ആസ്വദിക്കാവുന്ന സിനിമയായിരിക്കും ഗോദയെന്നാണ് ടൊവിനോ പറയുന്നത്. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.